പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ടാറോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാറോക്സിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പറഞ്ഞു നമ്മൾ ചീറ്റ് കോഡ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് മോഡ് സ്ലോട്ട് 20 എക്സ്ട്രാ 20 കൂടെ നമ്മുടെ മോഡ് സ്ലോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20 മോഡ് സ്ലോട്ട് എപ്പോൾ വരുമെന്നും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ GTA 5 ട്രെവറിൻ്റെ ഹൗസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ GTA 5 ആ ഒരു ട്രെവറിൻ്റെ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഷെയർ സബ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടാറോക്സിൻ്റെ ചീറ്റ് കോഡ് നോക്കാം. അപ്പോൾ ടാറോക്സിൻ്റെ ചീറ്റ് കോഡ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ട്രെവറിൻ്റെ ഹൗസ് എടുക്കാൻ കഴിച്ചിട്ട് ഫസ്റ്റ് നേരെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാം. ഗെയിമിനകത്തോട്ട് വന്നിട്ട് നേരെ ഇവിടെ സ്ലോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ സെറ്റിംഗ്സ് പറ്റി ഇഷ്ടമുള്ള സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ലോട്ട് സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ GTA 5 കൊടുത്തിട്ടുണ്ട്. GTA 5 എന്ന് അടിച്ച് നമ്മുടെ ട്രെവർ ഹൗസ് എന്നാണ് ഗസ്റ്റ് കൊടുക്കുന്നത്. GTA 5 ട്രെവർ ഹൗസ് എന്ന് ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ പ്ലേ കൊടുക്കാം. പ്ലേ കൊടുത്തതിന് ശേഷം ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങളൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുക. എന്നിട്ട് നേരെ നിങ്ങൾ ഫോൺ എടുക്കുക. ഫോൺ എടുക്കുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ടൈമർ പോകും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെയിറ്റ് ചെയ്യണവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ പേസിൻ്റെ ബട്ടൺ വരുമ്പോൾ നിങ്ങൾ നേരെ നമ്മൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്യണം. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടുത്തെ പേസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 5 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. 5 സെക്കൻഡ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചു. ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്ത് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി മതി കഴിച്ചു. ഓക്കെ, അപ്പം ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറുമ്പോൾ ഗെയിം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഫുള്ളായിട്ട് സിറ്റി കണക്ക് എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വെള്ളോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇതെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെഹിക്കിൾ എടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിളാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ KGF റോക്കി ബൈക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. KGF റോക്കി ബൈക്കിങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് നമ്മളെ കളറാണ് RGB ആക്കിയിട്ടുണ്ട്. RGB ആക്കിയിട്ട് ജസ്റ്റ് ഞാൻ ഈ പോണ റൂട്ടിലൂടെ തന്നെ പോകുക. ഫസ്റ്റ് നിങ്ങൾ ഞാൻ ഈ പോണ റൂട്ട് എങ്ങോട്ടാണ് നേരെ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, പക്ക സ്ട്രൈറ്റ് പിടിച്ചിട്ട് പോകുക. ഓക്കെ, ഞാൻ ഈ പോണ റൂട്ട് തന്നെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക. സ്ട്രെയിറ്റ് പോകുക. ഓക്കെ, ഞാൻ ഈ പോണ റൂട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്കും നമ്മുടെ ആ ഒരു GTA 5 ട്രെവറിൻ്റെ ഹൗസ് ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളെ ഒരു ഞാൻ ഈ പോണ ലൊക്കേഷൻ ശ്രദ്ധിച്ച് വെക്കണം, മറക്കാതെ ശ്രദ്ധിച്ച് വെക്കണം. എങ്കിലേ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം മാക്സിമം ഗൈസ് ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാ കൂട്ടരും അറിയുന്ന ലൊക്കേഷൻസ് തന്നെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ട്. വേറെ ലൊക്കേഷൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഫൈനലി നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ് എത്തിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ് വേറെ ലെവലായിട്ടുള്ള അടിപൊളി ട്രെവറിൻ്റെ ഹൗസ് തന്നെയാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ അകം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കാണിച്ചിട്ട് അടിപൊളിയാണ്. നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ് വേറെ ലെവലായുള്ളൊരു ട്രെവറിൻ്റെ ഹൗസാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ട്രെവറിൻ്റെ ഹൗസാണ്. വൈസ് പക്ക ട്രെവറിൻ്റെ ഹൗസാണ്. വേറെ ലെവൽ ഒറിജിനൽ പോലെ ഇരിക്കുന്നത്. നമ്മൾ GTA 5 കളിച്ചിട്ടുള്ള കൂട്ടർക്കും GTA 5 വീഡിയോസ് കണ്ടിട്ടുള്ള കൂട്ടർക്കും അറിയേണ്ട ഒരു സാധനമാണ് ഈ ഒരു ട്രെവറിൻ്റെ ഹൗസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കൂട്ടർക്ക് നമ്മൾ GTA 5 എന്ന് പറഞ്ഞ ഗെയിം ഇഷ്ടമുണ്ടെങ്കിൽ, അപ്പം ഈ എൻ്റെ വീഡിയോ കാണാൻ എല്ലാ കൂട്ടർക്കും GTA 5 എന്ന് പറഞ്ഞ ഗെയിം ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഇതായി GTA 5 എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. എത്ര കൂട്ടർക്ക് നമ്മൾ GTA 5 ഗെയിം ഇഷ്ടമുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് GTA 5 എന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ TV കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയർ, പിന്നെ ഇവിടെ ടേബിള്, സോഫാസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇങ്ങോട്ട് കയറുമ്പോൾ ചെറിയ ഇവിടെ ഒരു ബാത്റൂമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇവിടെ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഇവിടെ ഫിക്സഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറുമ്പം നമ്മളിവിടെ ബെഡും ഇവിടെ ലൈറ്റും ലാമ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അതിന് അലമാര അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കേസ് വേറെ ലെവലായിട്ട് നമ്മൾ ട്രെവറിൻ്റെ ഹൗസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ടാണ് നമ്മൾ ട്രെവറിൻ്റെ ഹൗസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി കേസ് എനിക്ക് ട്രെവറിൻ്റെ ഹൗസ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡ്രോൺ മോഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ട്രെവറിൻ്റെ വണ്ടികളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രോൺ മോഡ് ഉപയോഗിച്ചെടുക്കുന്ന ഒരു വിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ മോഡ് ഉപയോഗിച്ചെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള വിഷൻസാണ്. വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേസ്. നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ് എന്ന പക്ക ട്രെവറിൻ്റെ ഹൗസാണ്. ഇതൊന്നും പറയാനായിട്ടില്ല, എനിക്കൊന്നും ഒന്നും പറയാനായിട്ടില്ല. വേറെ ലെവലായിട്ടുള്ള പക്ക ട്രെവറിൻ്റെ ഹൗസാണ്. പക്ക ട്രെവറിൻ്റെ ഹൗസ് തന്നെയാണ് കേസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്.
നമ്മുടെ ട്രെവറിൻ്റെ ഹൗസ്. ഓക്കെ, വേറെ ലെവൽ ട്രെവറിൻ്റെ ഹൗസിന് എല്ലാം കൂടെ ജസ്റ്റ് എടുത്ത് കളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, ട്രെവറിൻ്റെ ഹൗസ് എല്ലാം കൂടെ എടുത്ത് കളിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ താറോക്സ് ഗൈസ്, ഇവിടെ കുറച്ചധികം താറോക്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താറോക്സ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചധികം താറോക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ ഈ ഒരു താറോക്സ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. വേറെ ലെവലാണ്. ജസ്റ്റ് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അടിപൊളി താറോക്സ് ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി. അതിൽ പക്ക ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് നമ്മൾ താറോക്സ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ ഗെയിമിൽ വന്നിരിക്കുന്നത്. താറോക്സ് വേറെ ലെവലായിട്ടുള്ള അടിപൊളി താറോക്സ് ആണ്. താറോക്സിൻ്റെ ചീറ്റ് കോഡ് ഞാനൊരു പ്രഡിക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 3-4 ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു 4-3 ചീറ്റ് കോഡ്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇതിപ്പോൾ ചീറ്റ് കോഡ് അതിന് പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചീറ്റ് കോഡ്സ് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു എനിക്ക് ഏതൊക്കെ ചീറ്റ് കോഡ്സ് വരുമെന്ന് ഡെവലപ്പറിനെ കിട്ടിയ ചെറിയ സൂചനയും കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചീറ്റ് കോഡ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ചീറ്റ് കോഡ് നമ്മൾ താറിൻ്റെ ചീറ്റ് കോഡ് തന്നെ 90-90 ഈ ഒരു മോഡിഫൈഡ് താറ്. പിന്നെ 91-91 നമ്മളെ ഈ ഒരു നോർമൽ താറ്. അതിന് താറോക്സിൻ്റെ ചീറ്റ് കോഡ് നമ്മുടെ 90 അടിച്ച മാർപ്പേ നമ്മുടെ 90-91 ആയിരിക്കും നമ്മുടെ ഈ താറോക്സിൻ്റെ ചീറ്റ് കോഡ്. അല്ലെങ്കിൽ 90-02 ആയിരിക്കും താറോക്സിൻ്റെ ചീറ്റ് കോഡ്. ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ നമ്മുടെ താറോക്സിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ താറോക്സ് എത്രയാണ് വരുന്നതെന്ന് ഇതിലും കൺഫേം ആയിട്ടില്ല. ഇതിലേതെങ്കിലും ഒരു ചീറ്റ് കോഡ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന നമ്മുടെ താറോക്സിൻ്റെ ചീറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു മോഡ് സ്ലോട്ട് ഇത് നമ്മൾ 20 മോഡ് സ്ലോട്ട് കൂടെ എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. ഇപ്പം എന്തായാലും 30-40-50 എന്തോ നമ്മുടെ ഒരു സ്ലോട്ടേ ഉള്ളൂ. ഇനി ഒരു 20 സ്ലോട്ട് കൂടെ എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. അപ്പോൾ 20 സ്ലോട്ട് കൂടെ നമുക്കിനി അങ്ങോട്ടേക്ക് കിട്ടും. അടിപൊളിയായിട്ട് 20 സ്ലോട്ട്, ഇപ്പോൾ ടോട്ടൽ 70 സ്ലോട്ട് ആവും ഗൈസ്. ഓക്കെ, വേറെ ലെവലായിട്ട് ഇതിനുണ്ട് അടിപൊളി സ്ലോട്ടുകൾ ഇതിൽ വരാനായിട്ട് പോകണം. അതൊക്കെ നിങ്ങൾ കാത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.